നമസ്കാരം. വയനാട്ടിലെ ഒരു മിസ്സിംഗ് കേസ്. സ്വകാര്യ ചിട്ടി കമ്പനി നടത്തിയിരുന്ന ഹേമചന്ദ്രനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബം രംഗത്ത്. 20 ലക്ഷം രൂപ കടബാധ്യതയുള്ള ഹേമചന്ദ്രൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഒരുപാട് ചോദ്യങ്ങളുമുണ്ടായിരുന്നു. 1.5 വർഷത്തിനിപ്പുറം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് ഹേമചന്ദ്രൻ്റെ മൃതദേഹം പുറത്തെടുക്കുന്നു. മറ്റൊരു ദൃശ്യം മോഡൽ കൊലപാതകമെന്ന മാധ്യമങ്ങൾ ഇതിന് ടൈറ്റിലും നൽകി. കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ്. 1.5 വർഷം മുൻപ് കാണാതായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് പോലീസ് വിധിയെഴുതി. കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങളാണ്. 4 മാസം നീണ്ട അന്വേഷണത്തിൽ 3 പ്രതികളെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിട്ടി കമ്പനി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ പലർക്കുമായി 20 ലക്ഷം രൂപയോളം നൽകാനുണ്ടായിരുന്നു. ഈ കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് വിളിച്ചു വരുത്തി. ബലമായി വാഹനത്തിൽ കയറ്റി വയനാട്ടിലെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയി. പണം തിരികെ നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ഹേമചന്ദ്രനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവശനിലയിലായ ഹേമചന്ദ്രനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം സംഘം അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം ഇവർ തിരിച്ചെത്തിയപ്പോൾ ഹേമചന്ദ്രൻ മരിച്ചതായി കാണപ്പെട്ടു. മൃതദേഹം വാഹനത്തിൽ കയറ്റി തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ കുഴിച്ചുമൂടി. 1-2 ദിവസമായിട്ടും ഹേമചന്ദ്രനെ കാണാതായതോടെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നത്. ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ നെഞ്ചെടുപ്പുമേറി. തുടർന്നാണ് പോലീസ് സജീവമായി ഇതിൽ ഇടപെട്ടതും. പിന്നീടാണ് അന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവ് ഉണ്ടാകുന്നതും. കൊലപാതകത്തിന് ശേഷം സംഘത്തിലെ ഒരാൾ ഹേമചന്ദ്രൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കേസ് അന്വേഷണത്തിന് ട്വിസ്റ്റായി. ഇയാൾ മൈസൂരുവിൽ നിന്ന് ഹേമചന്ദ്രൻ്റെ മകളെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ സൈബർ അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. വിളിച്ച ഫോൺ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ ആളെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. ഒരു മിസ്സിംഗ് കേസിൽ നിന്ന് കൊലപാതക കേസായി മാറുന്നത് ആ പ്രതിയുടെ മൊഴിയിൽ നിന്നാണ്. പിന്നാലെ മറ്റ് 2 പ്രതികളെയും പോലീസ് പിടികൂടി. കൊലപാതക സംഘത്തിൽ 2 പേർ കൂടിയുണ്ട് എന്ന് പിടിയിലായവർ മൊഴി നൽകി. ഇവരിൽ ഒരാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്കായി റെഡ് കോർണർ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കഴിഞ്ഞു. കോഴിക്കോട് ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ടിൽ തുടർന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നടപടികൾ കൂടി നടത്തേണ്ട ചുമതലകൾ പോലീസിന് ഉണ്ട്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ആവർത്തിക്കുകയും ചെയ്തു. സിനിമകളിൽ മാത്രമല്ല, മൃതദേഹം ഒളിപ്പിച്ച് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. പല കേസുകളിലും ശാസ്ത്രീയ അന്വേഷണ രീതികളിലൂടെയും സൈബർ തെളിവുകളിലൂടെയുമാണ് ചുരുളുകൾ അഴിഞ്ഞത്. 2022 ഇലന്തൂർ നരബലി കേസ് ഓർമ്മയുണ്ടാകും. 2 സ്ത്രീകളെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടുകയായിരുന്നു. പ്രതികളുടെ ഫോൺ കോളുകൾ, സൈബർ രേഖകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചുരുളുകൾ അഴിഞ്ഞത്. 2023 പെരുമ്പാവൂരിലെ ദീപ കൊലപാതകവും സമാനമായിരുന്നു. കാണാതായ യുവതിയുടെ മൃതദേഹം അടുക്കളയിലെ സെപ്റ്റിക് ടാങ്കിനടുത്ത് കുഴിച്ചു മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. ഈ കേസും സൈബർ തെളിവുകളെ ആശ്രയിച്ചാണ് തെളിയിക്കപ്പെട്ടത്. പഴികൾ ഒരുപാട് കേൾക്കാറുണ്ടെങ്കിലും കേരള പോലീസിൻ്റെ ബുദ്ധിയിൽ തെളിയിച്ച നിരവധി കേസുകൾ ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ ഉണ്ട്.